ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനും ആഷിക്കും മംഗളും കൂടെ പാലാ ബ്രില്യൻറ്റിലേക്ക് പോവാണ്. എൻ്റെ അനിയൻ ആസിഫ് അവിടെ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെത്തി അവൻ്റെ മാമിനെയൊക്കെ കണ്ട് സംസാരിച്ചു. ഓൾറെഡി നമ്മൾ ആസിഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ നമ്മൾ എത്താറായി, നീ റെഡിയായിട്ട് നിൽക്കണം, നമുക്ക് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന്. അങ്ങനെ അവനെല്ലാം പാക്ക് ചെയ്ത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഞങ്ങളുടെ കയ്യിലോട്ട് ഇങ്ങനെ തരുവാണ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് എല്ലാ സാധനങ്ങളും താഴേക്ക് ഇറക്കി. എന്നിട്ട് അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയുവാണ്. എല്ലാ സാധനങ്ങളും കൂടെ വണ്ടിയിൽ എങ്ങനെ കുത്തി നെരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഞങ്ങൾ. എന്നിട്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളതാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇത് മനസ്സിലാവും. ഒരാൾ വീട്ടിൽ പോകാൻ നേരത്ത് ബാക്കി എല്ലാവരും കൂടെ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ ഇങ്ങനെ കുത്തി നെരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഒരിത്. പോകുന്ന ആൾക്കാരൊക്കെ ഹാപ്പി ആയിരിക്കും, പക്ഷേ യാത്ര പറയുന്നവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ അവന്മാരെല്ലാവരും കൂടെ എല്ലാം കൂടെ എങ്ങനെയെങ്കിലും കുത്തി നെരിച്ച് വണ്ടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആസു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാനും നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി അടയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അവരോടൊക്കെ പറഞ്ഞു. വണ്ടി കയറിയപ്പോൾ തൊട്ട് ആസിഫ് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുവാണ്, അങ്ങനെയാണ് പഠിക്കാനുള്ളത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വിശന്ന് വലഞ്ഞ് ഞങ്ങൾ മന്തിയും ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്ത് നന്നായിട്ട് കഴിച്ചു. നല്ല ടയേർഡായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനുശേഷം ഞങ്ങൾ വരാൻ നേരത്ത് നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നന്നായിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ ആറ്റിങ്ങിലെത്തി. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ളൊരു മൈൻഡിലായിരുന്നു എല്ലാവരും. വീടെത്തി എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. കീപ് വാച്ച്.